ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ 53/25 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ്? നമുക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അല്ലെ. ഓപ്ഷൻ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരെന്നാണ് കേട്ടോ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ഇമ്പോർട്ടന്റ് ആണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ സി, നെപ്പോളിയൻ ആണ് കേട്ടോ. നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ് തെറ്റായത്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2, 3 ആണ് തെറ്റായിട്ടുള്ളത്. അതായത് 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. അതുപോലെ പിന്നെ എന്താണ്? മൂന്നാമത്തത് 1932 ജനുവരി 26 ഇന്ത്യൻ സ്വതന്ത്ര ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാനാണ്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ക്രമീകരണം? ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. അതായത് ബഹാദൂർ ഷാ രണ്ടാമൻ ഡൽഹിയാണ്. ഇനി ഷാമാൽ ബരാത്താണ് കേട്ടോ. ഇനി മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ആണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ഈ ഒരു ക്രമീകരണമാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ചോദിച്ചത് കേട്ടോ. ഏതാണ് പണ്ടാരപ്പാട്ട വിളംബരം? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1865 നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നോക്കി പോവാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യേ. ആറാമത്തത്, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരെന്നാണ് കേട്ടോ. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അതാണ് സജി ചെറിയാനാണ് കേട്ടോ. സജി ചെറിയാൻ. കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കാനുള്ളൊരു ക്ലാസ് ആയിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണും കേട്ടോ. ഏഴാമത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഏതൊക്കെയാണ് പ്രസ്താവനകൾ? ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതില് ഏതാണ്? ഈ ഒരു പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതായത് എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ് കേട്ടോ. ബി എന്നത് എയുടെ വിശദീകരണമാണ്. ഉപ്പുതടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എന്ത്, ഈ ഉപ്പ് തടാകങ്ങൾ മരുഭൂമികളിൽ കാണപ്പെടാൻ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അകക്കാമ്പിലാണ് ചോദിച്ചിട്ടത്. ഏതാണ്? അതായത് ഇരുമ്പും നിക്കലുമാണ്. ഓക്കെ, അയേണും നിക്കലുമാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് ശരിയല്ലാത്ത പ്രസ്താവനകളായിട്ടുള്ളത്? അതായത് ഓപ്ഷൻ ബി, ഓൺലി 2 and 3 ആണ് കേട്ടോ. 2ഉം 3ഉം ആണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. 2ഉം 3ഉം ആണ്. ഏതൊക്കെയാണ് ആ പ്രസ്താവനകള്? അബുൽ ഹൗസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അതുപോലെ എന്താണ്? ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഇതാണ് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ഏതൊക്കെ ശരിയായിട്ടുള്ളത്? ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ. അതുപോലെ ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ്.
10-ാമത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ സി, ഇടുക്കിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 11-ാമത്തത് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക എന്നാണ് കേട്ടോ. ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് 11-ാമത്തത്. ഇതിൽ ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് ദാമോദർ നദി ഏതാണ്? അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. അടുത്തത് ബി, ഗോദാവരി നദി ദക്ഷിണ ഗംഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഗോദാവരി നദി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. കൊയ്ന നദി മഹാരാഷ്ട്രയിലെ ജീവൻ, അതായത് ബി ആണ് പറഞ്ഞു 1, 2, 3, 4 ഈ ഓർഡറിനാണ്. കൊയ്ന നദി മഹാരാഷ്ട്രയിലെ ജീവനാഡി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 12, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ഏതാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ് കേട്ടോ. ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്. ലിഗ്നൈറ്റ്. 13-ാമത്തത്, താഴെ പറയുന്നതിൽ ആർ ബി ഐയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചു. ബന്ധമില്ലാത്തത് ഇതിലേതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന? അതായത് ഓപ്ഷൻ ഡി ആണ്. പാവപ്പെട്ടവന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ അല്ലേ. ബാക്കി 3 കാര്യങ്ങളും ശരിയാണ്. അത് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, ഇതൊക്കെ ആർ ബി ഐ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ ആർ ബി ഐ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. 14-ാമത്തെ ക്വസ്റ്റ്യൻ, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതെന്നാണ്? എന്തൊക്കെ കാര്യങ്ങളാണ്? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി, നബാർഡ് ആണ്. ഓക്കെ, ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണെന്നാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ്. ആരാണ്? ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി ആണ് കേട്ടോ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ഇനി താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ലക്ഷ്യമല്ലാത്തത് ഏതാണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തതാണ് ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ആണ്, ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. ബാക്കിയൊക്കെ 3ഉം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കേട്ടോ. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, ഇതൊക്കെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് ലക്ഷ്യമല്ലാത്തത്. അടുത്തത് 17-ാമത്തത്, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഏത് മേഖലയാണ്? നമുക്കറിയാം തൃതീയ മേഖലയാണ്. തൃതീയ മേഖല. 18-ാമത്തത്, ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. ഇത് ഏതിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി, ആർ ബി ഐന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓക്കെ, 19-ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം അതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആമുഖത്തിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26-ാം ദിവസം ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞു. അതായത് ഒരു ഡേറ്റ് എടുത്ത് പറഞ്ഞത് 1949 നവംബർ 26 എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഏതിലാണ്? ആമുഖത്തിലാണ് അല്ലെ. അടുത്തത് എന്താണ്? 20-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നാണ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ്, പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44 ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. ബാക്കി നോക്കാം. സൈനികമോ വിദ്യാസംബന്ധമായ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18 പറഞ്ഞാണ്. മൗലികാവകാശത്തെ പറഞ്ഞാണ്. അതുപോലെ തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്ന വകുപ്പ് 17 പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യ കച്ചവടത്തിനെയും നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കലിനെയും നിരോധനം വകുപ്പ് 23 പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ എന്താണ്? ഇതിൽ വരുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ് കേട്ടോ.
21-ാമത്തത് ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളാണ് കൊടുത്തിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നോക്കാം. അതായത് എങ്ങനെയാ വരുന്നത്? 42-ാം ഭേദഗതിയാണ് ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നത്. അതുപോലെ എന്താണ് മൗലിക കടമകളാണ് വരുന്നത്. മൗലിക കടമകൾ 42-ാം ഭേദഗതിയിലൂടെ മൗലിക കടമകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നു. ഇനി 44-ാം ഭേദഗതി വകുപ്പ് 300A 44-ാം ഭേദഗതിയിലൂടെ വകുപ്പ് 300A ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെ എന്താണ്? അതായത് 1978 ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് കേട്ടോ. 44-ാം ഭേദഗതി വകുപ്പ് 300A കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ 1978 നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി 73-ാം ഭേദഗതി ഏതാണ്? 73-ാം ഭേദഗതി 11-ാം പട്ടികയാണ്. അതുപോലെ പിന്നെ എന്താണ്? ത്രിതല പഞ്ചായത്ത് രൂപീകരണമാണ് കേട്ടോ. ത്രിതല പഞ്ചായത്ത് രൂപീകരണം. അടുത്തത് 86-ാം ഭേദഗതിയിലാണ് വകുപ്പ് 21 കൊണ്ടുവന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതിയാണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ക്രമീകരണം. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തിരഞ്ഞെടുക്കുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്, ഇതിൽ ഉൾപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെ വിഷയങ്ങളാണ്? ഓപ്ഷൻ ബി 1, 2, 3, 4, 5, 6 ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദ്യത്തിൽ. ഇതിൽ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. ഇനി 24-ാമത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതെന്നാണ് കേട്ടോ. വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? ഏതാണ്? രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ് എന്ത്? വിവേചനാധികാരത്തിൽ പെടാത്തത് കേട്ടോ. ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. ബാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം ഇതൊക്കെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ് കേട്ടോ. പെടാത്തത് രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ്. 25-ാമത് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ്? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചത്. ഏതാണ് ആ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി 104-ാം ഭേദഗതിയിലൂടെയാണ് നിർത്തലാക്കിയത്. 26 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ശരിയായ പ്രസ്താവന ആണ് ചോദിച്ചത്. ഇതിൽ ഓപ്ഷൻ സി ആണ്. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യയിലെ നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951-ലാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. പഠിക്കണം. 27-ാമത്തത് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഇതിലേതാണ്? ഓപ്ഷൻ ഡി 1, 2, 4 ആണ്. 1, 2, 4 അത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 പിന്നെന്താണ്? ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇതിന്റെ ചെയർമാൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ ആസ്ഥാനം മുംബൈ ആണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇത് 3ഉം ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് 28-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതില് ഓപ്ഷൻ ഡി 1, 2, 3 ഇവയെല്ലാം ശരിയാണെന്നുള്ള. അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഇതൊക്കെ നോക്കാം. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം.
15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. 15 ദിവസത്തിനകമാണ് കേട്ടോ. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ഇത് മൂന്നും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. 29ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്നാണ് കേട്ടോ. എത്ര അംഗങ്ങളാണുള്ളത്? 15 അംഗങ്ങളാണുള്ളത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അല്ലെങ്കിൽ KSSM-ൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ഇതിൽ 60 വയസ്സാണ് കേട്ടോ. 60 വയസ്സ് കഴിഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്. ഓക്കെ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരെന്നാണ്? ഓപ്ഷൻ സി, റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നതാണ് റവന്യൂ വകുപ്പ് മന്ത്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാൻ എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാൻ എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഒന്ന് മാത്രം, രാംഡിയോ മിശ്രയാണ്. രാംഡിയോ മിശ്ര എഴുതിയ ബുക്കാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാൻ എക്കോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഇതിലേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി, 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 ആണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. നമുക്ക് UNEP സ്ഥാപിതമായ വർഷം 1972-ലാണ്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 71-ലാണ്. ഇത് 71-ൽ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷമാണ്. UNEP സ്ഥാപിതമായത് 1972-ലാണ് കേട്ടോ. ഇത് രണ്ടും ശരിയാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അതായത് 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ സാൽമണല്ല ടൈഫിയാണ് ടൈഫോയിഡ് രോഗം പരത്തുന്നത്. സാൽമണല്ല ടൈഫിയാണ്. ഈ രോഗികളിൽ എന്താണ്? രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ വൻകുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്, നമുക്കറിയാം. അടുത്തത്, പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിന് വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. അപ്പൊ മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയാണ് കേട്ടോ. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ശരിയാണ്. ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ന്യൂമോണിയയുടെ രോഗകാരി ഏതാണ്? ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ആണ്. ഈ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നു. 3 നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. 35ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു എന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യന്. ആരാണ്? ഓപ്ഷൻ ബി, എലിസബത്ത് കോൾബർട്ട് ആണ് കേട്ടോ. എലിസബത്ത് കോൾബർട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, അല്ലെങ്കിൽ എന്താണ്? ദ സിക്സ്ത് എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് ഏത്? ഓപ്ഷൻ സി, കാർബൺ ക്രെഡിറ്റ് കേട്ടോ. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് കേട്ടോ. അപ്പൊ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ജീവനി. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണെന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എന്താ ചെയ്യുന്നത്? കുറയുന്നു. ഓക്കെ.
39ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്, അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് കേട്ടോ. ഓക്കെ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 0.075 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്, അതിന്റെ പകുതിയാണ് എന്തുണ്ടാവുക, നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ഉണ്ടാവുക, ഫോക്കസ് ദൂരം ഉണ്ടാവുക. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് കേട്ടോ. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്ത നിയമം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? മാലൂസ് നിയമമാണ്. ബാക്കി ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ 3-ാം ചലന നിയമം, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഏതാണ്? ഓപ്ഷൻ ബി ചന്ദ്രയാൻ 4 ആണ് കേട്ടോ. ചന്ദ്രയാൻ 4 ആണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ് കേട്ടോ. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ്? ഡി ബ്രോഗ്ലി ആണ് കേട്ടോ. ഡി ബ്രോഗ്ലി. ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, CuNH3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്നാണ് കേട്ടോ. കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എത്രയാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി +3 ആണ് കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ. 44ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് എന്നാണ്. ഏതാണ് ലൂയിസ് ബേസ് അല്ലാത്തത്? CO2 ആണ് ലൂയിസ് ബേസ് അല്ലാത്തത്. ഈ ഒരു ക്ലാസ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പറഞ്ഞു പോവാണ്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? 2023 ചോദിച്ചത്, വർഷം നോട്ട് ചെയ്യണേ. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. ക്വാണ്ടം ഡോട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിലെ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 2ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? എല്ലാം ശരിയാണ് കേട്ടോ. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പാറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. ജിയോഗ്രഫിക്കൽ പാറ്റന്റ് ടാഗ്, ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പാറ്റന്റ് ടാഗ് ആദ്യമായിട്ട് ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ്. പത്തനംതിട്ടയിലെ യുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. എല്ലാം ശരിയാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയാനാണ് കേട്ടോ. അത് ഈ പ്രസ്താവനകൾക്ക് ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലനാണ്. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. എന്തൊക്കെയാ പ്രസ്താവന? സാരഞ്ജിനി ഭരണയും സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇതൊക്കെ ഈ പ്രസ്താവനകൾക്ക് അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ക്രിക്കറ്റ് അതായത് ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതില് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? 2ഉം 3ഉം ആണ് കേട്ടോ. അതായത് ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണെന്നുള്ളതും സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടി, ഇത് 2 പ്രസ്താവനകളാണ് തെറ്റ്. ബാക്കി ശരിയാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ഓക്കെ.
ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. ഇത് രണ്ടും നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്. ഇതിൽ 50-ാമത്തെ എന്താണ്? ശരിയായത് കണ്ടെത്താനാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഓക്കെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി ആണ്. പിന്നെന്താണ്? ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജ കൂടിയാണ് ആര്? ഈ ക്രിസ്റ്റി കവൻട്രി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഒരു ക്വസ്റ്റ്യനിൽ ഒരുപാട്, അതായത് വ്യത്യസ്ത ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഒന്ന് തന്നെ സബായിട്ട് വ്യത്യസ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യന് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പോ ഇനി അങ്ങോട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നുള്ളതാണ് കേട്ടോ. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിന്റെ സോൾവ് ചെയ്യുന്ന വീഡിയോ, മാത്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. അടുത്തത് ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. 61-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്നാണ് പറഞ്ഞത്. ഇതിലേതാണ്? ഓപ്ഷൻ എ വാസ് ആണ് വരുന്നത്. 62-ാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ഈ ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. അപ്പൊ ഇത് ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് എന്നാണ് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നാണ്. 63, none of us played the game well. None of us played the game well. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡിഡ് വി ആണ്. ക്വസ്റ്റ്യൻ ആകുന്ന വന്നതാണ്. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു ഡാഷ് ദ ചീഫ് ഗസ്റ്റ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ കുഡ് ഹാവ് മെറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. ടീച്ചർ കുഡ് നോട്ട് ഡാഷ് ബീറ്റിംഗ് ദ സ്റ്റുഡന്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. ഏതാണ് ആൻസർ? കീപ് ഫ്രം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇതില് കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഏതാണെന്നാണ്. ഏതാണ് ഇതില്? ഓപ്ഷൻ സി ആണ്, മെമെന്റോ ആണ് കേട്ടോ. മെമെന്റോ. The court observed the agreement null and void. Here null and void mean ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഇൻവാലിഡ് എന്നാണ് കേട്ടോ. null and void മീൻ ചെയ്യുന്നത് ഇൻവാലിഡ്. Pick out the word of person who does not believe in and is strongly against accepted ideas, traditions, images. ഇതിൽ ഒരു വേർഡ് സെലക്ട് ചെയ്യാനാണ്. person who does not believe in and is strongly against accepted ideas, traditions and images. ഏതാണ് ആ വേർഡ് എന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ എന്താണ്? ഐക്നോക്ലാസ്റ്റ് ആണ് കേട്ടോ. ഐക്നോക്ലാസ്റ്റ്. ഓക്കെ, അടുത്തത് 69-ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഈ ഒരു സെന്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഹി സൈഡ് വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി അവര് ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് UPI. UPI എക്സ്പാൻഡ് ചെയ്താൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. UPIയുടെ ഫുൾ ഫോം എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. അടുത്ത 10 ക്വസ്റ്റ്യൻ എന്താണ്? മലയാളത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഇതിലേതാണ്? ഓപ്ഷൻ സി ആ പ്ലസ് അൻ ആണ് വരും കേട്ടോ. ആ പ്ലസ് അൻ. അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ ആ പ്ലസ് അൻ എന്നാണ് വരുന്നത്. 72-ാമത്തെ ക്വസ്റ്റ്യൻ, ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ഏതാണ് ഇതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം? വിൻ അധികം തലം വിണ്ടലമാണ് കേട്ടോ. വിൻ അധികം തലം വിണ്ടലം എന്നുള്ളതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. 73-ാമത്തേത്, ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം എന്താണെന്നാണ് കേട്ടോ. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം എന്താണെന്നാണ്. ഏതാണ്? ആദിപ്രരൂപം എന്നാണ് കേട്ടോ. ആദിപ്രരൂപം. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം എന്താണ്? ആദിപ്രരൂപം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചത്. ഇതിലെന്താണ്? അതിവാത്സല്യം അപകടകാരിയാണെന്നാണ് കേട്ടോ. അതിവാത്സല്യം അപകടകാരിയാണ്. ഇനി 75-ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷന്റെ മീനിങ് എന്താണെന്നാണ്. ഇതിലേതാണ്? തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ എന്ന് പറയുന്നത്. എല്ലാം തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. 76-ാമത്തത്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് കേട്ടോ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ്, ഉഗ്രം അത്യുഗ്രമാണ്. 75-ാമത്തത്, കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? ഇതിൽ കുതിരയുടെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചത്. ഏതാണ്? നഗജമാണ്. ബാക്കി ഹയം, ഗോടകം, പേതി ഇതൊക്കെ കുതിരയുടെ പര്യായത്തിൽ പെടുന്നതാണ് പഠിക്കാനുള്ളത് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. അടുത്തതും കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ്. ഏതാണ്? ഓപ്ഷൻ എ, നായകൻ നായകി എന്നുള്ളതാണ് കേട്ടോ. തപസ്സി തപസ്വിനി, ശ്വശുരൻ ശ്വശ്രു, അതുപോലെ എന്താണ്? ഉപാധ്യാൻ ഉപാധ്യായി. ഇതിൽ നായകൻ നായകി എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. 79-ാമത്തത്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചത്. ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം? വൈദ്യരാണ് കേട്ടോ. കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കരണിപ്രസവം എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? അപൂർവമായ സംഭവം എന്നാണ് കേട്ടോ. 81-ാമത്തെ ക്വസ്റ്റ്യൻ, അബ്കാരി നിയമപ്രകാരം എന്താണ്? ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്നാണ്. അബ്കാരി നിയമപ്രകാരം ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്, 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നുള്ളതാണ്. എന്ത്? അബ്കാരി നിയമപ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന 23 വയസ്സാണ് കേട്ടോ. അടുത്തത്, ENA-യുടെ പൂർണ്ണനാമം. ENA-യുടെ പൂർണ്ണനാമം ഏതെന്നാണ്? ENA-യുടെ പൂർണ്ണനാമാണ്. ഇതിലേതാണ്? ഓപ്ഷൻ ബി, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് ENA-യുടെ ഫുൾ ഫോം കേട്ടോ. അടുത്തത് 83-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? NDPS നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. NDPS നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ആണ് ചോദിച്ചത്. ഇതില് കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്ത് നിയമപ്രകാരമാണ്? NDPS നിയമപ്രകാരം. ഗേജിംഗ് എന്നത് എന്താ? ഗേജിംഗ് എന്നാൽ എന്താന്നാണ് കേട്ടോ. എന്താണ്? ഓപ്ഷൻ സി ആണ്, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ് എന്ത്? ഗേജിംഗ്. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിന്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം എന്നാണ് കേട്ടോ. അപ്പൊ എത്ര മണിക്കൂറിനുള്ളിലാണ് ചോദിച്ചത്. അപ്പൊ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 72 മണിക്കൂറിനുള്ളിലാണ് നൽകേണ്ടത്. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? എത്ര ലിറ്റർ? ഈ ഒരു അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം എന്നാണ്. എന്താണ്? ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അപ്പൊ എന്താണ്? തീരെ വെക്കാൻ പറ്റില്ല എന്നാണ്. അടുത്തത് 87-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവന ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാൻ. ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. 88-ാമത്തത്, കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിരുന്ന ദിവസം. എന്താണ്? ഇത് ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിരുന്ന ദിവസമാണ്. ഇതിലേതാണ്? ഏതൊക്കെ ദിവസങ്ങളിലാണ് മദ്യഷോപ്പുകൾ അടച്ചിരുന്നത്? ഓപ്ഷൻ എ ആണ്, അതായത് മുകളിൽ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടോ. മഹാത്മാഗാന്ധി ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം. ഇതൊക്കെ മദ്യഷാപ്പുകൾ അടച്ചിരുന്ന ദിവസങ്ങളാണ്. ഡിസ്റ്റലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ് കേട്ടോ. സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത് എന്താണെന്നാണ്. ഏതാണ്? ബ്ലെൻഡിങ് ആണ്.
90ാമത്തെ ക്വസ്റ്റ്യൻ 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണെന്നാണ്. ഒന്നുകൂടി നോക്കാം. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണെന്നാണ്. എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. എത്രയാണ്? 50,000 രൂപയാണ്. കേരളത്തിലെ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിന്റെ വീര്യം എത്രയാണ് കേട്ടോ. ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യമാണ് ചോദിച്ചത്. ഇതിൽ എന്താണ്? 35 UP ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യ മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണെന്നാണ്. അതായത് കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾ എന്താണ്? ലൈസൻസികൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന അല്ലെങ്കിൽ ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. FL9 ലൈസൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കോഡ്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? കോഡ്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 4 പ്രകാരമാണ് കേട്ടോ. കോഡ്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണെന്നാണ്. എത്രയാണ്? 100 യാർഡാണ് കേട്ടോ. 100 യാർഡ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? പുകയില ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ് കേട്ടോ. അതായത് വിമുക്തി മിഷൻ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 14405 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? അതായത് 2016 ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കേ. 2016 വിമുക്തി മിഷൻ ആരംഭിച്ചത്. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമല്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയാണ് ലഭിക്കാം. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏതെന്നാണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയും ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.